ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ആദ്യം തന്നെ എല്ലാവർക്കും വെരി വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് പയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ്. ഏകദേശം സമയം ഒരു 6:30 ആയി കാണും. അപ്പോൾ രാവിലെ തന്നെ എന്താണ് പയ്യോളി ഹൈസ്കൂളിൽ നിന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങളെൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. സെപ്റ്റംബർ 29-ന് JCI പയ്യോളിയും റണ്ണേഴ്സ് ക്ലബ്ബ് പയ്യോളിയും സംയുക്തമായി നടത്തുന്ന പയ്യോളി റണ്ണിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് JCI. അപ്പോൾ നമ്മളിന്നിവിടെ ഒരുപാട് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകളെ ഇന്ന് പയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വന്നാൽ കാണാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ ഇന്ന് രാവിലെ തന്നെ ഇവിടെ പെരുമാളൂരം ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഓടുന്നുണ്ട്, എക്സസൈസ്, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നപാടെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ JCIയുടെ അജ്മൽക്ക അപ്പുറം നിൽക്കുന്നുണ്ട്, അതുപോലെ പ്രസിഡന്റ് നിശാന്തേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഞങ്ങളിവിടെ മാരത്തോണിൻ്റെ ഭാഗമായിട്ടാണ് പയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വന്നത്. ഇവിടെയുള്ള ആളുകളെയൊക്കെ ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെ അജ്മൽക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ സീനിയർ JFM അജ്മൽക്ക. എന്തെങ്കിലും രണ്ട് വാക്ക് നമ്മുടെ മാരത്തോണിനെ കുറിച്ച്? അതെ, 29-ന് നടക്കുന്ന JCI പയ്യോളിയുടെ ഒരു വലിയൊരു ഇവൻ്റാണ് സോൺ 21-ൻ്റെ. അപ്പം അതിന് നമ്മുടെ ഗ്രൗണ്ടിൽ ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ എക്സസൈസിനായും മറ്റ് പല തരത്തിലും രാവിലെ തന്നെ 6 മണി 6:30-ക്ക് എത്തുന്നുണ്ട്. അപ്പം അവരെയൊക്കെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ JCI പയ്യോളി രാവിലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രസിഡന്റും ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഒന്നുകൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. ഇതൊരു എല്ലാവരുടെയും സപ്പോർട്ട് 29-ാം തീയതി 6 മണിക്ക് ഇവിടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതന്നെ, ഒരു വലിയ ഇവൻ്റായിട്ട് മാറട്ടെ. ഒരു കുടുംബത്തിൻ്റെ കൈത്താങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് JCI. അപ്പോൾ ബാക്കി നമുക്ക് ഓരോരുത്തരൊക്കെ കാണുമ്പോൾ ഉള്ള വീഡിയോ എടുക്കാം. അപ്പോൾ നിശാന്തേട്ടൻ അവിടെ ഉണ്ട്. അപ്പോൾ ഓക്കെ, നിശാന്തേട്ടനും അജ്മൽക്കയും ഞാനും അതുപോലെ സവാദിക്ക, ജയേഷ്, ഗായത്രി, ജയേഷേട്ടനൊക്കെ ഇവിടെ ഉണ്ട്. മാക്സ് 7 എന്ന ഹെൽത്ത് ക്ലബിൻ്റെ ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരോട് നിശാന്തേട്ടനും അജ്മൽക്കയും കൂടെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്. കാരണം അവർ എല്ലാ ദിവസവും രാവിലെ 6 to 6:30 വരെ പയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ടിലുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടിനും ഒരു സഹകരണത്തിനും വേണ്ടി അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ സ്ഥിതിയിലാണ്. അപ്പോൾ ആ ഘട്ടത്തിലെത്തി 30% പോയി മാറ്റി പറ്റുകയാണെങ്കിൽ സർക്കാരെല്ലാം നടന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആവിക്കൽ നടയമ്മൻ അമ്പലത്തിൽ രജിസ്ട്രേഷൻ രക്ഷാത്തൊരു ത്രൂ ആയതുകൊണ്ട് 300 അത് നമ്മൾ ടീഷർട്ട്, മെഡല്, സർട്ടിഫിക്കറ്റ്, ബ്രേക്ക്ഫാസ്റ്റ് കൂടാതെ റീഫ്രഷ്മെൻറ്റ്, പിന്നെ സൂംബ വാമിങ് ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പൈസ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പറ്റുന്ന ആൾക്കാർ, കാരണം ടീഷർട്ട് തന്നെ ഏകദേശം 300 രൂപ വരും. പറ്റുന്നത് നിങ്ങൾ പറയുന്നത് ഓട്ടം വിചാരിച്ച് ആദ്യം മാറിക്കാതെ പരിപാടി ഒന്ന് വിജയിപ്പിക്കണം. ഏത് പ്രായത്തിലും ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരാൾ ഇവിടുത്തെ ടീച്ചർ, നാഷണൽ ടീച്ചർ പറഞ്ഞു തന്നു. ടീച്ചർക്ക് 7:30-ക്ക് സ്കൂളൊക്കെ പഠിച്ചു. 3:30 മണിക്ക് എണീച്ചിട്ട് ഭക്ഷണമൊക്കെ വെച്ചിട്ടാണ് ഇവിടെ 6 മണി മുമ്പ് ഇവിടെ. അപ്പോൾ അതിന് താല്പര്യം നേരെ അങ്ങനെ ഇങ്ങ് എത്തണം എന്നുള്ള, കാരണം എനർജിക്കാണ് ആ ഒരു ദിവസം ഫുള്ളായിട്ട്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അവിടെ അവരെങ്ങനെയാണ് പോകുന്നത്, അവർ ജിമ്മിൽ പോകുന്ന ടീം അവിടെ. നിശാന്തേട്ടൻ്റെ കൂടെയും അജ്മൽ ഖാൻ്റെ കൂടെയും സംസാരിച്ച് നിന്നത് ഒന്ന് നമ്മുടെ പൊതുപ്രവർത്തകനും അറിയപ്പെടുന്ന എഴുത്തുകാരനൊക്കെയായ ബഷീർ മെലഡി, അതുപോലെ കാട്ടിലെ റസാക്ക, അവരൊക്കെ ഒരുപാട് പൊതുപ്രവർത്തനം, ചാരിറ്റി മേഖലകളിലൊക്കെ അറിയപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് തന്നെയാണ് വിശ്വാസം. അവരൊക്കെ അത്രയും നല്ലൊരു
സപ്പോർട്ടാണ് നമുക്ക് പോയപ്പോൾ തന്നത്. അത് തന്നെ ഒരു വലിയൊരു സന്തോഷമായിട്ട് തോന്നി. ചെയ്ത ആളുകൾ കൂടാതെ നിങ്ങളൊക്കെ അല്ല അതെ അല്ല നിങ്ങളെ കുട്ടികളോട് പറഞ്ഞാൽ മാക്സിമം ആളുകൾ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഓടത്തൂടെ ഓരോ കിലോമീറ്ററിൽ ആൾ നിൽക്കണം. ഓരോ 2 കിലോമീറ്റർ വെള്ളം വേണം. പിന്നെ ക്വാളിറ്റി വേണം. പിന്നെ ഇവിടെ രജിസ്ട്രേഷൻ കുത്തി കൊടുക്കണം. ഞങ്ങൾക്ക് ഒരു 10-20 ആൾ വേണം. തുമ്പ ഡാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെ ടീം ഉണ്ടാവും. നമ്മുടെ കൂടെ നിങ്ങൾ ടീം രജിസ്റ്റർ ചെയ്യുന്നില്ലേ? പയ്യോളി ആദ്യത്തെ ഇവൻ്റാണ്. ആദ്യത്തെ ഇവൻ്റാണ്. റണ്ണേഴ്സ് ക്ലബ്ബെല്ലാം കൂടി ഒരു റണ്ണിങ് ഇവന്റ് നടത്തുന്നുണ്ട്. 8 കിലോമീറ്റർ 3 കിലോമീറ്റർ 29 ഞായറാഴ്ച ഡക്കത്തലാണ്. 29 അപ്പോൾ ഇവിടെ പരിപാടി അതോ ഇവിടെ സുംബ ഡാൻസ് സെഷൻ രാവിലെ 6 മണിക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഡക്കത്തലോൺ സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇവന്റിൽ പരമാവധി ആളുകൾ പങ്കെടുക്കണം. അതിൻ്റെ ഒരു ചാരിറ്റിൻ്റെ സാറാണ്. ഒരു പയ്യോളിയുള്ള ഒരാളെ വീട് പണി ഏതാണ്ട് പൂർത്തിയാവാനായി. കുറച്ച് ഫ്ലോറിങ് അതുപോലുള്ള പണിയുണ്ട്. അപ്പോൾ ഈ കിട്ടുന്ന പ്രോസസ് അതിനാണ് ഉപയോഗിക്കുന്നത്. പയ്യോളി ജേഴ്സി ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ടീഷർട്ട് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, മെഡലുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ സുംബ വാമപ്പ് ഉണ്ട്. ടൂർണമെന്റ് വരുന്നുണ്ട് ഇവിടെ. അല്ല അല്ല 6 മണിക്കൊന്നും ഉണ്ടാവില്ല. 7 മണിക്ക് ഈവനിങ് ആകുമ്പോഴേക്ക് ടീമൊക്കെ എടുക്കണം. കുറച്ച് കളി ഉണ്ടാവും. റേഡിയോ പറഞ്ഞ റെഡ് എഫ് എം ആണ്. പിന്നെ CI ആണ് ഫ്ലാഗ് ഓഫ് ചെയ്യുക. അല്ല നിങ്ങളെ റൂട്ട് എങ്ങനെയാണ്? ഇത് നമ്മള് അങ്ങനെ ഞങ്ങൾ പയ്യോളി JCAയും പയ്യോളി റണ്ണേഴ്സ് ക്ലബ്ബും കൂടി ഇവിടെയുള്ള സ്പോർട്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ സമീപിച്ചിട്ടുണ്ട്. എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സെപ്റ്റംബർ 29 ഒരു ബിഗ് ഇവൻ്റായിട്ട് ഈ മാരത്തോൺ മാറുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാക്സ് 7 അതുപോലെ ക്രിക്കറ്റ് ടീം, ഫുട്ബോൾ ടീമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റണ്ണേഴ്സ് ക്ലബിൻ്റെ വർക്കേഴ്സ് ടീമിൻ്റെ ഒക്കെ ഒരു നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ JCA പയ്യോളിയും റണ്ണേഴ്സ് ക്ലബ്ബും കൂടി നടത്തുന്ന ഈ ഒരു ഇവൻറ്റിൽ നിങ്ങളെല്ലാവരും രജിസ്റ്റർ ചെയ്യണം. ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ബൈ.